ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചമൊന്നും ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നു. ഫസ്റ്റത്തെ പരിപാടി ചായയൊക്കെ റെഡിയാക്കി. ഇപ്പോൾ വെളിച്ചമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയത് ഇവിടെ അടുത്ത് തന്നെയുള്ള നായക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ 2-3 ഉണ്ട്. അത് ഇവിടെ തന്നെയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ റോഡിൽ അങ്ങനെ വണ്ടികളൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഞാൻ ഈ പണീൻ്റെ ഇടയിലാണെങ്കിൽ ഈ ഇടയിൽ ക്ലോക്ക് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ 6:30 ആയിട്ടില്ല. അപ്പോൾ അൻവിക്കുട്ടനെ എണീക്കാനുള്ള സമയമായി കേട്ടോ. അൻവിക്കുട്ടനെ എണീച്ചോ? കണക്കുണ്ടോ? എന്തിനാ എത്ര നേരത്തെ എണീച്ചേ? രണ്ടുപേരും എണിച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കിടന്നുണ്ടായിരുന്ന ബെഡ്ഷീറ്റും തലയണയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വന്നതാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ചെയ്തു. പിന്നെ ഇടയിൽ അടി കൂടാൻ നോക്കിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി തലയണയൊക്കെ എടുത്ത് വെച്ചു. ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി കൊടുത്തപ്പോൾ അതൊക്കെ രണ്ടുപേരും കൂടി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ഒന്നും ഇത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അവരിടുന്ന്. അപ്പോൾ ഇടയിൽ അവർക്ക് തോന്നിക്കഴിഞ്ഞാലൊക്കെ എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിനെ കൊണ്ട് കഴിയുന്ന പോലെ തലയണയൊക്കെ തനിയെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി കൊടുത്തപ്പോൾ അതൊക്കെ അവർ കൊണ്ടുപോയി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ ഒന്ന് അടി കൂടാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പിരിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അടുക്കളയിൽ അപ്പോൾ ചാരം വാരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്തെ ചാരമൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോഴാണ് അടുപ്പ് നന്നായിട്ട് കത്തുള്ളൂ. അപ്പോൾ ചാരമൊക്കെ വാരിയെടുത്തതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും അനുവിന് ചായയും അതുപോലെ തന്നെ അൻവിക്കുട്ടന് പാലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കഴിക്കാൻ ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് കരഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ നമ്മുടെ അവിടെയുള്ള പനിക്കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ജലദോഷം, ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതുപോലെ കറ്റാർ വാഴ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ചെടികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിന് രണ്ടിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ നമ്മുടെ അമ്പലത്തിൽ തന്നെ പൂജ ഉണ്ടാവും, പായസവും ഒക്കെ ഉണ്ടാവും കേട്ടോ രാവിലെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തൊഴുതു. അപ്പോൾ കറക്റ്റ് സമയം തന്നെ ആയിരുന്നു. ഒന്ന് പൂജ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോയി ചന്ദനവും കുങ്കുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ അവിലും കൂടി, ഇതാണ് നമ്മുടെ മാരിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവിക്കുട്ടനാണെങ്കിൽ ഈ അവിൽ ഭയങ്കര ഇഷ്ടമാണ്. പായസം അത്ര രണ്ടുപേർക്കും കാര്യമില്ലെങ്കിലും അവിൽ നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കവറിൽ കുറച്ച് അവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്നിട്ട് അവൻ കുറച്ച് അവിൽ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെയാണെങ്കിൽ അവൻ്റെ നായ്ക്കുട്ടി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് അവൻ കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് സ്കൂളുള്ള ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് യൂണിഫോമിനെയാണ് കേട്ടോ രാവിലെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ. അപ്പോൾ അൻവിക്കുട്ടൻ്റെ ബൊമ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരായിട്ട് എന്തൊക്കെയോ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാൻ ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ അനുവിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടണം കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അൻവിക്കുട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. ബൊമ്മ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാവൊക്കെ ഞാൻ മുമ്പേ തണുപ്പൊക്കെ പോകാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൻവിക്കുട്ടനും മൺകുട്ടിക്കൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി അത്ര താല്പര്യമില്ല. ദോശയാണെങ്കിൽ പിന്നെ 1-2 കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകാമെന്ന്. അപ്പോൾ ഇനി ഇത് റെഡിയാക്കി പറഞ്ഞാൽ പിന്നെ അവളെയും കൂടി റെഡിയാക്കി പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാം. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ അനുവിനെ സ്കൂളിൽ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഇനി ഉച്ചത്തെ പരിപാടികളൊക്കെ നോക്കുക നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഈ രാവിലെ സ്കൂളുള്ള ദിവസം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ദിവസം തന്നെയായിരിക്കും. അപ്പം ഞങ്ങളൊരു ദിവസം ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.